ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഇന്ന് ടി എൻ പ്രതാപൻ ഒരു ഓൺലൈൻ ചാനൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ മുഖ്യ ശത്രു BJP ആണ്, സംഘപരിവാർ ശക്തികളാണ്, ഇത്തരം ശക്തികളെ അധികാരത്തിൽ നീക്കം ചെയ്യണം, ഞങ്ങൾ ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകൂടി കോർത്തു പിടിക്കും, കേരളത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ്, ഇവിടെ പൊതുശത്രു, പക്ഷേ ദേശീയ തലത്തിൽ ഞങ്ങളുടെ പൊതുശത്രു BJP ആണ്, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ ശാശ്വത ശത്രുവല്ല. കോൺഗ്രസിൻ്റെ ഒരു MP ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുകയാണ്. ഈ മതനിരപേക്ഷത ഉറപ്പാക്കാൻ വേണ്ടി കോൺഗ്രസിലേക്ക് നിലപാടുള്ള ഒപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ ഉറപ്പായും ഐക്യദാർഢ്യം പുലർത്തും. ഇത് പറഞ്ഞു വേണം മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാകും ജനങ്ങളെ സമീപിക്കേണ്ടി വരിക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ നിലപാടുകളിൽ ഒരു ഉറപ്പില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ മറ്റ് പല സംസ്ഥാനങ്ങളിലും പല നിലപാടെടുക്കേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ ഒരു വ്യക്തമായ കാര്യങ്ങളില്ലാതെ, കാര്യകാരണങ്ങളില്ലാതെ വോട്ടർമാരെ സമീപിക്കേണ്ടി വരിക, ഒപ്പം നേതാക്കന്മാരെ നേരത്തെ പറഞ്ഞ പോലെ പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരിക. ഇതൊക്കെ എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? ഇന്ത്യ മുന്നണി രൂപീകരിച്ച് BJP നേരിടാൻ ഇറങ്ങിത്തിരിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഗതികേടല്ലേ ഇതൊക്കെ? പ്രധാനം പറഞ്ഞു വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ വരാൻ പോകുന്ന ചില രാഷ്ട്രീയ നാടകങ്ങളുടെയിലേക്കുള്ള സൂചനയാണോന്ന് എനിക്കറിയില്ല. അപ്പം ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതായാലും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ദേശീയ തലത്തിൽ ഒരു പോളിസി എടുക്കുകയും അത് താഴെ തട്ടിൽ ആ രീതിയിൽ അണികൾക്കിടയിൽ കൃത്യമായി എത്തിക്കാനുമുള്ള ഇപ്പം അടവ് നയങ്ങൾ എടുക്കുമ്പോൾ തന്നെ അത് അണികൾ ആ രീതിയിൽ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതൊരു അടവ് നയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി സംഘടനയാണ് പ്രധാന രീതി, CPM-മാരൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ BJP-ക്കാർ ചെയ്യുന്ന പോലെ ഒരു സംവിധാനം കോൺഗ്രസിന് ഇല്ലാത്തതിന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഈ സെമിക്കയുടെ സംവിധാനം എന്ന പാർട്ടി ലാല് പറഞ്ഞ പോലെ സംഘടന ഇല്ലാത്തതിന്റെ ഒക്കെ ഒരു പ്രശ്നമാണത്. ഈ സംഘടന ഇല്ലാത്തൊരു പാർട്ടി ആയിരുന്നില്ല ഇത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം വരെയൊക്കെ അല്ല, അതിനുശേഷം രാജീവിന്റെ കാലഘട്ടം വരെ ഒരു സെമിക്കയുടെ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവർ ഗ്രൂപ്പ് കളി തുടങ്ങിയപ്പോഴും പിന്നെ അതായത് ലോക്കൽ സട്രപ്സ് എന്ന് പറയുന്നിട്ടുള്ള ഈ സാമുദായിക നേതാക്കന്മാര് പ്രാദേശികമായിട്ട് സ്വാധീനമുള്ള, അപ്പം കേരളത്തിൽ കരുണാകരൻ ഇങ്ങനെയുള്ള നേതാക്കന്മാർ ലോക്കൽ സട്രപ്സിനെ വളർത്തിക്കൊണ്ട് വന്നതോടുകൂടി സംഘടനാ സംവിധാനം ഇല്ലാതായി വ്യക്തിപ്രഭാവത്തിന്റെ പുറത്ത് പണ്ടത്തെ രാജഭരണ കാലഘട്ടത്തിൽ ലാസ്റ്റ് മുഗൾസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പം ഹൈദരാബാദിൽ അവരുടെ ഗവർണർ ഉണ്ടായിരുന്നു. അപ്പൊ സെൻട്രൽ വീക്കായ സമയത്ത് അയാൾ എന്ത് ചെയ്തു? അയാൾ വളരെ ശക്തനായിരുന്നു. അയാളുടെ സ്വാധീന ശക്തി ഉപയോഗിച്ച് ഹൈദരാബാദിൽ വേറെ രാജ്യം ഉണ്ടാക്കി. ഇത് ഇങ്ങനെയാണ് എല്ലാ എംപയറും ഡിസഇന്റഗ്രേറ്റ് ചെയ്തത് മധ്യകാലഘട്ടത്തിൽ. അപ്പം കോൺഗ്രസിന്റെ പ്രശ്നം എംപയറുമായിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഡൈനാസ്റ്റിന്റെ പുറത്തുണ്ടാക്കിയ ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ എംപയർ പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടെങ്കിലും അതുകൊണ്ടാണ് ഈ സംഘടനാ സംവിധാനം അവർക്ക് ഇല്ലാതെ പോയത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെൻട്രൽ വീക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇങ്ങനെ ചാടിപ്പോകും. ഇങ്ങനെ ആദ്യം ചാടിപ്പോയത് ഈ പറഞ്ഞ ആശയപരമായ കാരണങ്ങൾ കൊണ്ടായിരുന്നു. അതായത് ഈ സംഘടനാ കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കിപ്പോയത്. അപ്പം ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഈ പറഞ്ഞ പല ആളുകൾ AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയുണ്ടായി. AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്നത് അന്നിവിടെ ആ സമയത്ത് കോൺഗ്രസിന് ഇവിടെ നിലനിർത്തിയ കരുണാകരനെ പോലുള്ള ആളുകളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ എന്തുമാണെന്നുള്ള ഫീല് വന്നു. നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കും. അപ്പൊ കോൺഗ്രസ് വൺസ് അധികാരത്തിൽ വരും, പവറൊക്കെ കോൺഗ്രസ് വീണ്ടും രുചിക്കുന്ന ഫീൽ ഇവന്മാരൊക്കെ തിരിച്ചു വരും. അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം 90s കോൺഗ്രസ് ദേശീയ തലത്തിൽ ലീഡർഷിപ്പ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഒരു ലീഡർഷിപ്പിന്റെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് നരസിംഹറാവു ഗവൺമെന്റിന് ശേഷം പല ആളുകളും പോയി. അതിന് പോയത് ഇപ്പൊ താരിഖ് അൻവറൊക്കെ ഉണ്ട്. താരിഖ് അൻവർ സോണിയാഗാന്ധി ലീഡർഷിപ്പ് അംഗീകരിക്കാതെ പോയ ആളാണ്. അങ്ങനെ പല ആളുകളും പോയി. അതെനിക്കൊന്ന് കൊല്ലത്തുനിന്ന് വണ്ടി അടിച്ച ഈ കൃഷ്ണകുമാർ എന്ന മന്ത്രി, അത് അയാളുടെ ഭാര്യ BJP പോയി, പിന്നെ അയാളും പോയി, പിന്നെ കോൺഗ്രസ് അധികാരം കിട്ടിയപ്പോൾ അയാൾ തിരിച്ചു വന്നു. നമ്മളവിടുന്ന് കേരള വികാസ് പാർട്ടി ഉണ്ടാക്കിയ ദേവൻ കോൺഗ്രസിൽ ലയിച്ചു. പിന്നെ അതിനുശേഷം ഈ പറയുന്നതിനെ കോൺഗ്രസ് ഇപ്പൊ പവർ നഷ്ടപ്പെടാതെ അദ്ദേഹം BJP ചേർന്നു. അപ്പം ഈ രീതിയിൽ സംഭവിക്കുന്ന സമയത്ത് ശക്തമായ ഒരു നിലപാടെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത്തരം എലിമെന്റ്സിനെ വലിയൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ കോൺഗ്രസ് ചെയ്തില്ല. അവർക്ക് അന്ന് വന്നപ്പോൾ എന്താ പറയുക, ആളുകളെ കൂട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ട്രിപ്പ് അടിക്കാറുണ്ട്. ഈ കണ്ണാടി പോയി ബാലുശ്ശേരിക്ക് ജീപ്പ് ട്രിപ്പ് അടിക്കും. അപ്പോൾ ഒരു ജീപ്പിൽ 4 ആളാണ് ഫ്രണ്ട്, 8 ആള് ബാക്കിലും. ഇതങ്ങ് ഫില്ലായി കഴിഞ്ഞാൽ ബാക്കി ആളുകൾ തൂങ്ങി പിടിച്ചു പോകാം. പിന്നെ കണ്ട ആളുകളൊക്കെ പിടിച്ചു കയറ്റത് തൂങ്ങി പോകാൻ വേണ്ടി വന്ന ബാലുശ്ശേരി എന്ന് വിളിച്ചത്. അതുപോലെ ആളുകളെ കൊണ്ടുവന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അപകടമൊന്നും ആ ടാക്സിക്കാർ ശ്രദ്ധിക്കാറില്ല, അതിന് സാധ്യതകളൊന്നും. ഇതാണ് കോൺഗ്രസിന്റെ ഒരു സംവിധാനം. അപ്പോൾ സംഘടനാ സംവിധാനം ഇല്ലാത്തതിന്റെ നമുക്കറിയാം. ആന്ധ്രാപ്രദേശിൽ എത്ര ശക്തമായ പാർട്ടിയായിരുന്നു നമുക്കറിയാം. അവിടെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ശക്തരായ നേതാക്കന്മാരെ ഹൈക്കമാൻഡ് അവിശ്വസിച്ചതിന്റെ ഫലമായി മണ്ണ് പൂർണ്ണമായും ഇളകിപ്പോയ പശ്ചാത്തലമാണ്.
ഈ ആന്ധ്രാപ്രദേശ് ക്ഷമിക്കട്ടെ, ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കേരളത്തിലുമൊക്കെയാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഗ്രസിന് താങ്കൾ പറഞ്ഞ സംഘടനാ സംവിധാനത്തിന്റെ എന്തെങ്കിലും തലത്തിലുള്ള അടിത്തട്ടിൽ വരെ വേരുള്ളത്. അവിടുത്തെ പ്രധാന നേതാക്കന്മാരാണ് ഈ വിട്ടുപോകുന്നത്, MLA-മാരെ കൊണ്ടുപോകുന്നത്. അവരെ നിലനിർത്തുക, അവർക്ക് വേണ്ട പരിഗണന നൽകുക എന്നുള്ള രീതി. ഇപ്പോൾ കേഡർ പാർട്ടി ഒന്നും അല്ലല്ലോ കോൺഗ്രസ്. അതുകൊണ്ട് സ്വാഭാവികമായും സ്വതന്ത്ര ചിന്താഗതിയുള്ള, സ്വന്തമായി നിലപാടെടുക്കുന്ന പല ആളുകളും കാണും. അവരെ അവിടെ നിലനിർത്തുക എന്ന പ്രധാനപ്പെട്ട രീതി കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകണ്ടേ? അല്ല, ഇതിന്റെ കാര്യം സെമി കേഡറാണ് കോൺഗ്രസ്. നെഹ്റുവിന്റെ കാലഘട്ടം, ഗാന്ധിജിയുടെ കാലഘട്ടത്തേക്ക് പാർട്ടി സെമി കേഡറാണ്. ഭയങ്കര അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന പാർട്ടിയാണ്. എനിക്ക് 80കളിലൊക്കെ തന്നെ സേവാദളൊക്കെ അവരുടെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പരിപാടിയാണ്. എനിക്ക് അതിനോട് ഡിസിപ്ലിൻ കണ്ട് അന്നത് ഇന്നും സി പി എമ്മിന്റെ കൂട്ടുമാറ്റം കടന്നു അതിന് എന്ത് ഡിസിപ്ലിൻ ആക്കി ആ രീതിയിലാണ് അന്ന് സേവാദളൊക്കെ വർക്ക് ചെയ്തത്. എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടന്റെ കാലഘട്ടം വരെയൊക്കെ അത് ആ രീതിയിൽ തന്നെ ഉണ്ടായി. പിന്നെയാണ് കേരളത്തിൽ ആ രീതിയിൽ ഡിസിന്റഗ്രേറ്റഡ് ആയത്. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞു, ലോക്കൽ സെറ്റപ്സിനെ വളർത്തിക്കൊണ്ട് വന്നത് നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു പ്രസ്ഥാനത്ത് ഒരുപാട് കാലം മുന്നോട്ടുണ്ടാകാൻ പറ്റില്ല. നിങ്ങൾ സെൻട്രൽ വീക്കാവുന്ന സമയത്ത് ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇപ്പം മമതയാണെങ്കിൽ ഇവരെല്ലാം തന്നെ കോൺഗ്രസിന് പോയ ആളുകളല്ലേ മഹാഭൂരിപക്ഷം ആളുകൾ. ഒരു പാർട്ടി സംവിധാനമാകുമ്പോൾ അതിനൊരു ആശയപരമായ അടിത്തറയും എണ്ണയിട്ട് യന്ത്രം പോലെയുള്ള സംഘടനാ സംവിധാനം വേണം. ഇപ്പൊ CPM-നാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന BJP-ക്കാണെങ്കിലും അങ്ങനെ സംവിധാനമുണ്ട്. അല്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾ പിന്നെ മത്സരിക്കുന്നത് ഈ പറയുന്ന ഈ കേഡർ പാർട്ടികളോടായിരിക്കരുത്. നിങ്ങളെപ്പോലെ തന്നെയുള്ള NCP പോലുള്ള പാർട്ടികളൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ മത്സരിക്കുക. കാരണം ആളുകൾക്ക് ഈ ആറാമത്തെ ഷെല്ലിലെ ഔട്ടർ ഷെല്ലിലെ 6 ഇലക്ട്രോണുകളുള്ള പിന്നെ മൂലകങ്ങൾ പോലെയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കെമിക്കൽ ബോണ്ടും പൊളിറ്റിക്കൽ ബോണ്ടും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ BJP-യെ പോലെ അല്ലെങ്കിൽ CPM പോലെയുള്ള കേഡർ സ്വഭാവമുള്ള പാർട്ടികളുമായിട്ടാണ് നിങ്ങൾ മത്സരമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്കില്ല. ഈ പറയുന്നത് പോലെ ആൾക്കൂട്ടമായി നിൽക്കാനുള്ള അത് ഇത്രയും കാലമായിട്ട് കോൺഗ്രസിന് മനസ്സിലാകാത്തതിന്റെ ഫലമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഇവിടെ